പുളിപ്പിച്ച ഭക്ഷണങ്ങളെ പറ്റി കേൾക്കുമ്പോൾ കുടലിന്റെ ആരോഗ്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ദഹനത്തിനും വയറിന്റെ പ്രശ്നങ്ങൾക്കും ഗുണം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മാനസികാരോഗ്യത്തിലും പുളിപ്പിച്ച ഭക്ഷണങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന കാര്യം അറിയാമോ? മാനസിക പിരിമുറുക്കവും വിഷാദവും കുറയ്ക്കാൻ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ സഹായിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് വിശദമായി നോക്കാം. EMBO മോളിക്കുലാർ മെഡിസിൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. പുളിപ്പിച്ച ഭക്ഷണങ്ങളിലുള്ള പ്രോബയോട്ടിക്കുകൾ ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ് ഈ പഠനം കണ്ടെത്തിയത്. അതായത് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗമാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭയത്തെയും ഉത്കണ്ഠയെയും നിയന്ത്രിക്കുന്നത്. പുളിപ്പിച്ച ഭക്ഷണങ്ങളിലുള്ള പ്രോബയോട്ടിക്കുകൾ ഈ അമിഗ്ഡലയുടെ പ്രവർത്തനം കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രോബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ സ്ട്രെസ് കുറയുകയും നമുക്ക് കൂടുതൽ ശാന്തത അനുഭവപ്പെടുകയും ചെയ്യും. മാനസികാവസ്ഥയെയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിലുണ്ട്. അവയെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നു. ഗാബ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ പ്രോബയോട്ടിക്കുകൾ സ്വാധീനിക്കും. ഗാബ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. കുടലിലെ നല്ല ബാക്ടീരിയകൾ ഈ രാസവസ്തുക്കളുടെ ഉൽപാദനത്തെ സ്വാധീനിക്കുന്നതിനാൽ നമ്മുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. പുളിപ്പിച്ച ഭക്ഷണങ്ങൾ എങ്ങനെയാണ് മാനസികാരോഗ്യത്തെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവ നമ്മുടെ കുടലിലേക്ക് നല്ല ബാക്ടീരിയകളെ, അതായത് പ്രോബയോട്ടിക്കുകളെ എത്തിക്കുന്നു എന്നതാണ് ഉത്തരം. ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ കുടലിൽ ഒരു സന്തുലിതമായ മൈക്രോബയോം നിലനിർത്താൻ സഹായിക്കും. ഒരു സമീകൃത മൈക്രോബയോം നമ്മുടെ ദഹനത്തിനും പ്രതിരോധ ശേഷിക്കും മാത്രമല്ല മാനസികാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുടലും തലച്ചോറും തമ്മിൽ വളരെ ശക്തമായൊരു ബന്ധമുണ്ട്. ഇതിനെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുന്നത്. കുടലിലെ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ തെറ്റിയാൽ അത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതാകട്ടെ ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ കുടലിന്റെ ആരോഗ്യത്തിനും പ്രധാന പങ്കുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, എങ്കിൽ കുടലിന്റെ ആരോഗ്യം കൂട്ടാൻ എന്തെല്ലാം കഴിക്കാം എന്നായിരിക്കും. ദിവസവും ചെറിയ അളവിൽ യോഗട്ട് കഴിക്കുന്നത് നല്ലതാണ്. പ്രിസർവേറ്റീവുകളൊന്നും ചേർക്കാത്ത നല്ല നാടൻ അച്ചാറും അല്പമാകാം. പഴങ്കഞ്ഞിയും നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ കെഫിർ, സോവർക്രാട്ട്, കിംചി, മിസോ സൂപ്പ് എന്നിവയും പരീക്ഷിച്ചു നോക്കാം. ഇവ നമ്മുടെ ദഹന വ്യവസ്ഥയെ മാത്രമല്ല മാനസികാവസ്ഥയെയും നന്നായി സഹായിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫെർമെന്റഡ് ഫുഡ്സ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് അതൊരു ഇൻഫർമേഷൻ ആകും. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം.